ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ആ ചോദ്യം ഇതായിരുന്നു: കാര്യകാരണതാദിക കഥം ഭേദ, കാര്യം കാരണം എന്നിങ്ങനെയുള്ള ഭേദം എങ്ങനെ വന്നു? വാസ്തവത്തിൽ ആ ഭേദം എന്താണ്? അങ്ങനെ ഒരു ഭേദം യഥാർത്ഥത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു? അതെന്തുകൊണ്ട് എല്ലാവർക്കും സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നു? ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് ഒരൊറ്റ സംശയമായി രാമൻ ചോദിച്ചത്. അതിനുള്ള മറുപടിയായിട്ട് വസിഷ്ഠ മഹർഷി ആദ്യം പറഞ്ഞത്, ചിത് പ്രകാശമാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ രത്നത്തിൻ്റെ പ്രഭ രത്നത്തിൽ നിന്ന് എങ്ങനെ വേർപെടുന്നില്ലയോ, രത്നവും രത്നപ്രഭയും ഒന്ന് തന്നെയാണ്. അതിനെ രണ്ടായി കാണുന്നത് അജ്ഞത കൊണ്ടാണ്. സൂര്യനും സൂര്യൻ്റെ പ്രകാശവും വേറെ വേറെയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അല്ല, പ്രകാശത്തിൻ്റെ സാന്ദ്രമായ ഒരു പിണ്ഡമാണ് സൂര്യൻ. സൂര്യനിൽ പ്രകാശമല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ സൂര്യൻ വേറെ പ്രകാശം വേറെ എന്നുള്ള ഭേദം അനാവശ്യമാണ്. വേണ്ടവണ്ണം നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ ഭേദം ഉണ്ടാവുന്നത്. ചിത് പ്രകാശം, ചിത്ത് എങ്ങനെ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി ഭാവന ചെയ്യുന്നോ അത് അതായി മാറും. തന്നെ എങ്ങനെ ഭാവന ചെയ്യുന്നോ അതായി ചിത്ത് മാറും എന്ന് പറഞ്ഞാൽ അത് ഭാവനയിലൂടെ അല്ലെങ്കിൽ സങ്കല്പത്തിലൂടെയുള്ള ആയിത്തീരലാണ്. സങ്കല്പത്തിലൂടെ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒന്നും ആയിത്തീരുന്നില്ല എന്നാണ്. അതാരോ ആയിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, ഈശ്വരനായിക്കോട്ടെ, സങ്കല്പത്തിലൂടെ മറ്റൊന്നായി മാറുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മറ്റൊന്നായി തീരുന്നില്ല, മറ്റൊന്നെന്ന പോലെ കാണപ്പെടുന്നു. ഇതാണ് ആത്മാവിലുള്ള നിയമം, ആത്മസ്വഭാവം ഇതാണ്. അത് തന്നെ എന്തായി ഭാവന ചെയ്യുന്നോ അത് അതായി മാറുമെന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ താനായി തീർന്നതുപോലെ തോന്നും. അങ്ങനെ അത് അനുഭവിക്കും. അത് അനുഭവം സ്വരൂപമായിട്ടുള്ള ഒന്നായതുകൊണ്ട് അതിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് അത് മറ്റൊന്നെന്ന പോലെ കാണപ്പെടുന്നു. ആ അനുഭവവും ഈ ചിത്തിന് തന്നെ. സ്വാത്മാ തഥാ തദേവാശു പശ്യസി, അത് തന്നെ അങ്ങനെ കാണുന്നു. ഇതാണ് വാസ്തവത്തിൽ ബ്രഹ്മത്തിൽ സംഭവിക്കുന്നത്. അല്ലാതെ ബ്രഹ്മത്തിൽ യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടി നടക്കുന്നില്ല. ഇനി നമുക്ക് 44-ാമത്തെ പദ്യത്തിലേക്ക് കടക്കാം. ചിദ്വ്യോമൈവായമാകാരഃ ഖേവ്യോമ്യേവ ന മുഹ്യതേ സ്വയമേവ യഥാ സ്വപ്നേ കോസ്യ പര്യനുയോഗകൃതേ. ചിദ്വ്യോമ ഏവ അയമാകാരഃ, ഇവിടെ കാണുന്ന സകല ആകൃതികളും, ആകൃതികൾ എന്ന് പറഞ്ഞാൽ രൂപങ്ങൾ, സകല രൂപങ്ങളും. രൂപമെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണപ്പെടുന്നവ മാത്രമല്ല, 5 ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കപ്പെടുന്ന നാം വ്യത്യസ്തങ്ങളാണ് എന്ന് കരുതുന്ന സകല ദ്വൈത അനുഭവങ്ങളും ബ്രഹ്മത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നവയാണ്. അതേതുപോലെ സ്വേ വ്യോമ്യേവ, ബോധാകാശത്തിൽ വെറുതെ ഇങ്ങനെ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നു. ബോധമാണോ ഈ സങ്കല്പത്തിന് കാരണമെന്ന് ചോദിച്ചാൽ ബോധം സങ്കല്പിക്കുന്നില്ല. സങ്കല്പത്തിന് അതീതമാണ് ബോധതത്വത്തിൻ്റെ നില. പക്ഷേ ആ ബോധം ഉള്ളതുകൊണ്ട് അതിൻ്റെ ശക്തിവിശേഷം കാരണമായിട്ട് സങ്കല്പിക്കുക ബോധത്തിൻ്റെ സ്വഭാവമാണ്. ഇവിടെ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ആ സൂത്രവാക്യം ഓർമ്മിക്കുക: ബോധം, സങ്കല്പം, പ്രപഞ്ചം. പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്നത് സങ്കല്പത്തിലാണ്. സങ്കല്പം അല്ലെങ്കിൽ മനസ്സില്ലാത്തയിടത്ത് പ്രപഞ്ചാനുഭവമില്ല. അതുകൊണ്ട് സങ്കല്പം തന്നെയാണ് പ്രപഞ്ചാകാരം കൈക്കൊണ്ടിട്ടുള്ളത്. ഈ സങ്കല്പത്തിന് അധിഷ്ഠാനമായി വർത്തിക്കുന്നത് ബോധമാണ്. ആ ബോധത്തിൻ്റെ ഒരു ശക്തിവിശേഷമാണ് ഈ സങ്കല്പം. സങ്കല്പമില്ലാത്ത
ഒരു സമയം ബോധത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതതിൻ്റെ ഒരു സവിശേഷതയോ ഒരു സ്വഭാവമോ ആണ് എന്ന് നമുക്ക് കരുതാം. പക്ഷേ സങ്കല്പങ്ങൾ പൊന്തുന്നതോടുകൂടി സത്യം മറയ്ക്കപ്പെട്ടതുപോലെ തോന്നുന്നു. അങ്ങനെ ഒരു ദോഷമുണ്ട്. പ്രപഞ്ചമൊക്കെ അനുഭവിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ താൻ ആരാണെന്നുള്ള തൻ്റെ നില മറന്നുപോകും. അങ്ങനെയാണ് ബോധം ജീവന്മാരായിത്തീരുന്നത്. നമ്മൾ ഓരോരുത്തരും വാസ്തവത്തിൽ ബ്രഹ്മമാണ്. ഞാൻ എന്ന ഒരു വ്യക്തിത്വത്തെ തന്നിൽ ആരോപിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു പ്രത്യേക വ്യക്തിയാണ് എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്. ആത്മാവ് തന്നിൽ തന്നെ താനാകുന്ന ചിദാകാശത്തിൽ തന്നെ പല രൂപങ്ങളെയും ഉള്ളതുപോലെ കരുതുന്നു. അപ്പോൾ ആത്മാവിന് മോഹം അല്ലെങ്കിൽ ഭ്രമം സംഭവിച്ചു എന്ന് കരുതാമോ എന്ന് ചോദിച്ചാൽ ആത്മാവിന് മോഹമില്ല. ആത്മാവിൽ ഉണ്ടെന്ന് തോന്നിയ ജീവന്മാർക്കാണ് മോഹം. അധിഷ്ഠാനം ഒന്നുകൊണ്ടും ബാധിക്കപ്പെടുന്നില്ല. അധിഷ്ഠാനത്തിൽ പൊന്തുന്ന സങ്കല്പങ്ങൾക്ക് സത്യത്വം നൽകുന്നത് അതുപോലെ പൊന്തിയ ഇല്ലാത്ത ജീവന്മാരാണ്. ഇപ്പോൾ ഇതിനെല്ലാം അന്തിമമായ ഉത്തരവാദിത്വം ആർക്കാണെന്ന് ചോദിച്ചാൽ ജീവന് തന്നെ. ജീവൻ തന്നെ ഒരു സങ്കല്പമാണ് ഞാൻ. ആ ജീവൻ പ്രപഞ്ചത്തെ ഉള്ളതുപോലെ അനുഭവിക്കുന്നു സങ്കല്പങ്ങളിലൂടെ തന്നെ. അതുകൊണ്ട് ബ്രഹ്മത്തെ പഴിപറഞ്ഞ് എല്ലാം ബ്രഹ്മത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് തടിയൂരാമെന്ന് ആരും വിചാരിക്കണ്ട. ജീവൻ്റെ സംസാര ബന്ധങ്ങൾക്ക് കാരണം ജീവൻ തന്നെയാണ്. പക്ഷേ ഈ ജീവൻ ബ്രഹ്മത്തിൽ നിന്നല്ലേ പൊന്തിയിട്ടുള്ളത്? സമ്മതിച്ചു, സങ്കല്പങ്ങളെല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് പൊന്തുന്നത്. പക്ഷേ ഈ പൊന്തിയ ജീവൻ താൻ ആരാണ് എന്ന് ആത്മവിശകലനം ചെയ്ത് തൻ്റെ അധിഷ്ഠാനമായ ബോധത്തെ കണ്ട് അതിൽ തിരിച്ചു ലയിക്കുന്നതിന് പകരം ഈ ഭ്രമത്തിൽ എന്തിന് കുടുങ്ങിക്കഴിയുന്നു? നമ്മുടെ വിചാരം, നമ്മുടെ വിവേകം, ചിന്താശേഷി അതിനെ പ്രയോജനപ്പെടുത്താതെ ബാഹ്യദൃശ്യങ്ങളിൽ മയങ്ങി കഴിയുക എന്നതാണ് ജീവന്മാരുടെ സ്വഭാവം. ഇങ്ങനെ ജീവരൂപത്തിൽ പ്രകടമായത് ബ്രഹ്മമാണ്. പക്ഷേ ജീവൻ ഭ്രമിക്കുമ്പോൾ ബ്രഹ്മത്തിന് ഭ്രമമില്ല. ഭ്രമമെന്ന് പറയുന്നത് എന്താണ്? താനല്ലാത്ത മറ്റൊന്നിനെ സത്യം എന്ന് കരുതുന്നതാണ് ഭ്രമം. താൻ തന്നിൽ തന്നെ മറ്റു പലതിനെയും കണ്ടാൽ അതിനെ ശരിക്കും ഒരു ഭ്രമം എന്ന് പറയാൻ പറ്റില്ല. ദ്വിതീയം അല്ലെങ്കിൽ ദ്വൈതം, അതാണ് വാസ്തവത്തിൽ ഭ്രമം. ഇപ്പോൾ ബ്രഹ്മം തന്നിൽ തന്നെ ജീവഭാവത്തെ ആരോപിച്ച് പ്രപഞ്ച ദൃശ്യങ്ങളിൽ ഭ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിലുള്ള ഭ്രമമല്ല. നിഴലിനാണ് ഭ്രമം സംഭവിക്കുന്നത്. നിഴലിന് ഭ്രമം സംഭവിച്ചാൽ നിഴലിനാസ്പദമായ വസ്തു ഭ്രമിച്ചതായി എങ്ങനെ കരുതാൻ പറ്റും? അധിഷ്ഠാനം, അതിൽ ഒരു ചലനവും ഒരു ഭ്രമവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജീവന്മാർ ഭ്രമിക്കുന്നത് പോലെ തോന്നിയാലും ജീവന്മാർക്ക് അധിഷ്ഠാനമായ ബ്രഹ്മത്തിന് ഭ്രമമില്ല എന്ന കാര്യം വ്യക്തമായി ധരിക്കേണ്ടതാണ്. സ്വയമേവ യഥാസ്വപ്നെ കോസ്യ പര്യനുയോഗകൃത്. എങ്ങനെയാണോ ഒരു വ്യക്തി ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത്? സ്വപ്നം എന്ന് പറയുന്നത് അത്ഭുതകരമായ ദ്വൈതാനുഭവമാണ്. രണ്ടിൻ്റെ കണിക പോലും വാസ്തവത്തിൽ സംഭവിക്കാതെ തന്നെ പലതിനെയും കാണുന്ന ഒരനുഭവമാണ് സ്വപ്നമെന്ന് പറയുന്നത്. ഈ സ്വപ്നത്തിൽ കാണപ്പെടുന്ന ദൃശ്യങ്ങൾ വാസ്തവത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ വാസ്തവത്തിൽ ദൃശ്യങ്ങളില്ല. അവയൊക്കെ വെറും മായ കാഴ്ചകൾ മാത്രമാണ്. പക്ഷേ അതിനെ സത്യമെന്ന് കരുതുന്ന സ്വപ്നദ്രഷ്ടാവ് അവയിൽ മയങ്ങിപ്പോകുന്നു. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് എൻ്റെ സ്വപ്ന ദൃശ്യങ്ങളിൽ മയങ്ങുന്നു? ഈ ചോദ്യത്തിന് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ കണ്ട ആൾ വേണം മറുപടി പറയാൻ. എൻ്റെ ഭ്രമത്തിന് കാരണം എന്താണെന്ന് ഞാൻ മറ്റൊരാളോട് ചോദിച്ചാൽ അയാൾ എങ്ങനെ മറുപടി പറയും?
എനിക്കാണ് ഈ ഭ്രമം സംഭവിക്കുന്നത്. അതിന് കാരണം അന്വേഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാ ഭ്രമങ്ങളും അകാരണമായി സംഭവിക്കുന്നവയാണ്. ഭ്രമത്തിന് കാരണം അന്വേഷിക്കരുത്. ഭ്രമങ്ങൾക്ക് യുക്തിയോ കാരണമോ അന്വേഷിക്കുന്നതിൽ പരം വിഡ്ഢിത്തം മറ്റൊന്നുമില്ല. കാരണം എനിക്കെന്തോ തോന്നുന്നു. ഈ തോന്നലിനെന്താ കാരണം? വിസ്മരണത്തിന് എന്തെങ്കിലും കാരണം പറയാൻ പറ്റുമോ? വാർദ്ധക്യ സഹജമായ കാരണങ്ങൾ ഓർമ്മ നശിക്കാൻ കാരണമാകാം. പക്ഷേ ചെറുപ്പക്കാർ, ചെറിയ കുട്ടികൾ, അവർക്ക് പല കാര്യങ്ങളും മറന്നു പോകുന്നു. ഈ മറന്നു പോകുന്നതിന് എന്ത് കാരണമാണുള്ളത്? ഒരു കാര്യം ചെയ്യൂ, മറന്നു പോകുന്നെങ്കിൽ വീണ്ടും ഓർമ്മിക്കൂ. അല്ലാതെ വേറെന്താ പോംവഴി? മറവിക്ക് കാരണമില്ല, മറവിക്ക് മരുന്നുണ്ട്. അതാണ് വീണ്ടും വീണ്ടും ഓർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ വിസ്മരണം കൊണ്ടുണ്ടായ സംസാര ബന്ധങ്ങൾക്ക് ഒറ്റമൂലി എന്ന് പറയുന്നത് നിരന്തര അനുസ്മരണം മാത്രമാണ്. ആത്മാവിനെ വീണ്ടും വീണ്ടും ചിന്തിക്കുക. അത് തന്നിൽ നിന്ന് അന്യമല്ല, അത് തന്നെയാണ് താനായി പ്രകാശിക്കുന്നത്. ഈ ചിന്തയെ വീണ്ടും വീണ്ടും ഉള്ളിൽ ആനയിക്കുക. അതാണ് സത്യത്തെ ഓർമ്മിക്കുക. സത്യാനുചിന്തനം, പരമാത്മചിന്ത എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. സത്യത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട് വേണം ഒരാൾ ഇവിടെ കഴിയാൻ. ഇല്ലെങ്കിൽ മായയിൽ കുടുങ്ങിപ്പോകും. അത്ര ശക്തിമത്താണ് ഈ മായ. സ്വയമേവ യഥാസ്വപ്നെ കോസ്യ പര്യനുയോഗകൃത്. ഒരാൾ സ്വയം തൻ്റെ സ്വപ്ന ദൃശ്യങ്ങളിൽ ഭ്രമിച്ചിട്ട് മറ്റൊരാളോട് ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ സ്വപ്ന ദൃശ്യങ്ങളെ സത്യമെന്ന് കരുതിയത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് ബ്രഹ്മത്തിൽ ഈ ജീവഭാവം എന്തിനു പൊന്തി എന്ന് ചോദിക്കുന്നത്. ഈ ചോദിക്കുന്നത് ജീവനാണ്. ജീവനാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഞാനെന്നുള്ള അനുഭവം ഉണ്ടല്ലോ, അതെന്തിനു പൊന്തി എന്ന് ജീവൻ തന്നെ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരമില്ല. ഈ ഞാൻ വാസ്തവത്തിൽ എന്താണ് എന്ന് തത്വവിചാരത്തിലൂടെ തൻ്റെ സ്വരൂപത്തെ, തൻ്റെ സ്രോതസ്സിനെ അന്വേഷിച്ച് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ ഞാൻ മറഞ്ഞു പോകും. പിന്നെ ചോദ്യമില്ല. ഇല്ലാത്ത ഞാനിനെക്കുറിച്ചാണ് ചോദ്യം മുഴുവൻ. ചോദ്യം ചോദിക്കുന്നവൻ ഇല്ലാത്തവനാണ്. ജീവഭാവം കള്ളമാണ്. ആ ജീവഭാവം തന്നെ ഉള്ള ഒരുവനായി വിചാരിച്ച് ഞാൻ എങ്ങനെയാണ് ബോധത്തിൽ നിന്ന് പൊന്തിയത് എന്ന് ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ചോദ്യം ചോദിക്കുന്നവൻ തന്നെ ഇല്ല. ഇല്ലാത്ത മിഥ്യാപുരുഷനാണ് തൻ്റെ ഉത്പത്തിയെ അറിയാൻ ശ്രമിക്കുന്നത്. താൻ ഇല്ലാന്നറിഞ്ഞാൽ മതി. ജീവഭാവം കള്ളമാണ് എന്നറിഞ്ഞാൽ പിന്നെ അതെങ്ങനെ പൊന്തി, എന്തിനു പൊന്തി, എപ്പോൾ പൊന്തി, ആർക്കു വേണ്ടി പൊന്തി, ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അപ്പോൾ സ്വപ്നത്തിൽ ഒരാൾ പലതിനെയും കണ്ട് ഭ്രമിച്ചിട്ട് മറ്റൊരാളോട് ഈ വികല്പം അല്ലെങ്കിൽ ഈ തെറ്റിദ്ധാരണ, ഭ്രമം എനിക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നത് പോലെയാണ്. സ്വപ്നത്തിനകത്ത് നിന്നുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഉത്തരം കിട്ടില്ല. കാരണം നമ്മൾ ഭ്രമത്തിലകപ്പെട്ടിരിക്കുകയാണ്. സ്വപ്നത്തിനകത്ത് പെട്ട് നിന്നുകൊണ്ട് ഈ സ്വപ്ന ദൃശ്യങ്ങൾ എവിടെ നിന്ന് വന്നു? സ്വപ്നത്തിനകത്ത് പെട്ട് നിൽക്കുന്ന ഒരാൾ അത് സ്വപ്നമാണെന്ന് തന്നെ അറിയുന്നില്ല. അയാൾ സത്യമെന്ന പോലെയാണ് സ്വപ്നത്തെ അനുഭവിക്കുന്നത്. ഈ ദൃശ്യങ്ങളുടെ ഉത്പത്തി സ്വപ്നത്തിനകത്ത് നിന്നുകൊണ്ട് അന്വേഷിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എത്ര ആലോചിച്ചാലും അതിൻ്റെ യുക്തി പിടികിട്ടില്ല. ഇപ്പം എന്താ ചെയ്യേണ്ടത്? സ്വപ്നത്തിൽ നിന്ന് ഉണരുക, ഉണർവിലേക്ക് വരിക. ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്ന ദൃശ്യങ്ങൾ തന്നെ മാഞ്ഞു പോകുന്നു. ഇനിയിപ്പോൾ എന്ത് ചോദ്യമാണ് ഉള്ളിൽ അവശേഷിക്കുക? ഇല്ലാത്തതിനെ ഉള്ളതെന്ന് കരുതി 100 ചോദ്യങ്ങൾ മനുഷ്യർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരല്ല, ശാസ്ത്രജ്ഞന്മാർ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി,
ഇത് എവിടെ നിന്നാണ് വന്നത്, ഇതിനെ ആരുണ്ടാക്കി അല്ലെങ്കിൽ ആര് സൃഷ്ടിച്ചു? ഈ ചോദ്യം ചോദിച്ചിട്ട് ഇന്നേ വരെ തൃപ്തികരമായ ഒരു ഉത്തരം ആർക്കും ലഭിച്ചിട്ടില്ല. ഉത്തരം ലഭിച്ചിട്ടുണ്ട്. ആ ഉത്തരം ലഭിച്ചത് നമ്മുടെ മഹർഷീശ്വരന്മാർക്കാണ്. അവർ അന്വേഷണത്തെ പുറത്തു നിന്നും ഉള്ളിലേക്കാക്കി. ഉള്ളിലേക്ക് അന്വേഷിച്ചപ്പോൾ ആനന്ദഘനമായ ഒരു ആത്മാവ് മാത്രമേ ഉള്ളൂ. അവിടെ ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ കണിക പോലുമില്ല. ഇത് ഭ്രമമാണെന്ന് അവർക്ക് നല്ലതുപോലെ ബോധ്യപ്പെട്ടു. അവർ പറയുന്നു ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന്. ഇപ്പം അത് നമുക്ക് മനസ്സിലാകാത്തതിന് അവരെന്ത് പഠിച്ചു? ഈ സത്യത്തിലെത്തേണ്ട മാർഗം അവർ നല്ലതുപോലെ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ വാക്ക് കേട്ട് ഉള്ളിലേക്ക് തിരിയാതെ പുറമേ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയെ അന്വേഷിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഈ സംശയം, അതുകൊണ്ടാണ് രമണ മഹർഷിയെ പോലെയുള്ളവർ പറഞ്ഞത്, സംശയിക്കുന്നവനെ എന്തുകൊണ്ട് നിങ്ങൾ സംശയിക്കുന്നില്ല? നിങ്ങളുടെ സംശയത്തിന് മറുപടി കിട്ടണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എൻ്റെ സംശയം തീർന്നു കിട്ടണം. സുഹൃത്തെ, ഈ സംശയിക്കുന്നവൻ ആരാണ്? സംശയിക്കുന്നവൻ വാസ്തവത്തിൽ ഉള്ളവനോ ഇല്ലാത്തവനോ? സംശയിക്കുന്നവൻ്റെ ഉണ്മയെ എന്തുകൊണ്ട് നിങ്ങൾ സംശയിക്കുന്നില്ല? അല്ല, അത് ഞാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഈ താൻ ഉണ്മയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ അജ്ഞാനം. വേണ്ടവണ്ണം ആലോചിക്കുന്ന ഒരാൾക്ക് ഈ ഞാനിൻ്റെ മിഥ്യാത്വം വ്യക്തമായി പിടികിട്ടും. കാരണം ഇത് പൊന്തി മറയുന്ന ഒന്നാണ്. എപ്പോഴും നമ്മുടെ അനുഭവത്തിലില്ല ഈ ഞാൻ. ഗാഠനിദ്രയിലും അബോധാവസ്ഥയിലും ഇതിനെ കാണാനില്ല. ഇത് എവിടെയോ ഓടി ഒളിക്കുന്നു. എവിടെയാണ് ഇത് ചെന്ന് മറയുന്നത് എന്നുള്ളതും നമുക്ക് പിടികിട്ടുന്നില്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും മാത്രമാണ് ഞാനിൻ്റെ വ്യക്തമായ അനുഭവമുള്ളത്. പക്ഷേ അതിന് സത്യത്വം നൽകി ഈ ഞാൻ വാസ്തവമാണ് എന്ന് വിചാരിച്ച് ഇത് ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെ പൊന്തി, എന്തിനു പൊന്തി? ഈ ഞാനെന്നുള്ള ഭാവം നിങ്ങൾക്കോ ബ്രഹ്മത്തിനോ? അതൊന്ന് പറഞ്ഞാട്ടെ. ഈ ഞാൻ എന്നുള്ള വ്യക്തിത്വം, ജീവബോധം ബ്രഹ്മത്തിനോ ജീവനോ? ജീവന് തന്നെയാണ്. ബ്രഹ്മത്തിൽ ജീവബോധം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. ജീവൻ എന്ന പോലെ തന്നെ അനുഭവിക്കുന്നത് ഈ ജീവൻ തന്നെയാണ്. തന്നെ ഒരു വ്യക്തി, ഒരു ആൾ എന്ന് കരുതുന്നത്, ആ ധാരണ ശരിയായ ധാരണയല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെ തൻ്റെ മിഥ്യാത്വം ജീവന് പിടികിട്ടുമ്പോൾ പ്രപഞ്ചത്തിൻ്റെയും മിഥ്യാത്വം ആ ജീവന് പിടികിട്ടും. താൻ വാസ്തവത്തിൽ ബോധമാണ്, ബോധത്തിൽ നിന്ന് പൊന്തിയ ഒരു ദൃശ്യം മാത്രമാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ഈ ഞാൻ ഭാവം താൻ ഭാവമായ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നതാണ് വാസ്തവത്തിൽ മോക്ഷം. ആദ്യം അതിൻ്റെ മിഥ്യാത്വം പിടികിട്ടണം. അങ്ങനെ ഞാനിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കി ജീവിക്കുന്നവരെയാണ് ജീവൻ മുക്തന്മാർ എന്ന് പറയുന്നത്. അവർക്ക് നല്ലതുപോലെ അറിയാം ഞാനില്ല, പക്ഷേ ഞാൻ ഉള്ളതുപോലെ അവർ ലോകത്തിൽ വ്യവഹരിക്കുന്നു. കാരണം ഇതൊരു നാടകമാണ്. ഇല്ല എന്നുള്ള സത്യം പിടികിട്ടിയാലും ഈ ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ പ്രാരബ്ധത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇല്ല എന്ന് അറിയുന്നതാണ് ശ്രേഷ്ഠം. അല്ലാതെ ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നു, മനസ്സ് ചലിക്കുന്നു, ശരീരം എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ കള്ളമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആ ഉറപ്പ് നേടിക്കഴിഞ്ഞാൽ ശരീരം എങ്ങനെ വേണമെങ്കിലും ചലിച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല. നമുക്കിതിൻ്റെ വ്യാഖ്യാനം വായിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ ശ്ലോകം പറയുന്നത്. കിമായാതഃ, എന്തുകൊണ്ട് കാര്യകാരണഭേദം ഉണ്ടാകുന്നു? കാര്യം കാരണം എന്നുള്ള ഭേദം ഉണ്ടാകാൻ കാരണമെന്ത്? ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് അയം കാര്യകാരണഭാവാത്. അല്ല, അത് അടുത്ത ചോദ്യമാണ്.
ഇപ്പോൾ വായിച്ച ശ്ലോകത്തിൻ്റെ അർത്ഥം വായിക്കാം. തത്ര പ്രഥമ പ്രശ്നസ്യോത്തരമാഹ. ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടിയാണ് ആദ്യം പറയുന്നത്. അതായത് ഈ കാര്യം കാരണം എന്നുള്ള ഭേദം, അതിൻ്റെ സ്വരൂപം എന്താണ്, എന്താണ് കാര്യം, എന്താണ് കാരണം, ഇങ്ങനെ രണ്ടായി വേർതിരിഞ്ഞ് നിൽക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വാസ്തവത്തിൽ രണ്ടില്ല. രണ്ടായി വേർതിരിഞ്ഞതുപോലെ നിങ്ങൾ അനുഭവിക്കുന്നത് അജ്ഞാനം കാരണമായിട്ടാണ്. വാസ്തവത്തിൽ ദ്വൈതം ഉണ്ടായിട്ടേയില്ല. കാരണത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ കാര്യം ഉണ്ടെങ്കിലല്ലേ കാര്യം കാരണം എന്നുള്ള ഭേദം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് അർത്ഥമുള്ളൂ. കാര്യം തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ, കാര്യം എന്നൊന്നില്ലെങ്കിൽ കാരണത്തെ കാരണമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? കാരണവുമായി ബന്ധപ്പെടുത്തി കാര്യവും, കാര്യവുമായി ബന്ധപ്പെടുത്തി കാരണവും ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. കാര്യം കള്ളമാണെന്ന് പിടികിട്ടിയാൽ കാര്യം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല എന്ന സത്യം നാം മനസ്സിലാക്കിയാൽ ഇതിനൊരു കാരണമില്ല. ഒന്ന് ഉണ്ടായതുപോലെ തോന്നുന്നു. അപ്പോഴാണ് നമുക്ക് ഇത് എവിടെ നിന്നുണ്ടായി എന്ന് കാരണത്തെ അന്വേഷിക്കുന്നത്. ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ കാരണം കാര്യമായി തെറ്റിദ്ധരിക്കപ്പെടാമല്ലോ. അതിനെന്താ വിരോധം? കയറിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒരു പാമ്പ് പുറത്തു വരാൻ സാധ്യതയേയില്ല. പക്ഷേ കയറ് പാമ്പായി തെറ്റിദ്ധരിക്കപ്പെടുന്നതിന് വിരോധമില്ലല്ലോ. അങ്ങനെ ഉള്ള ഒന്നിനെ തെറ്റിദ്ധരിക്കുമ്പോഴാണ് പ്രപഞ്ചം ഉള്ളതുപോലെ തോന്നുന്നത്. അല്ലാതെ പ്രപഞ്ചം എന്ന ഒന്ന് വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാകാൻ പറ്റില്ല. കാരണം അത് തന്നെയാണ് ഇതായി കാണപ്പെടുന്നത്. കാരണത്തിൽ നിന്ന് ഭിന്നമായ ഒരു കാര്യത്തെ ഉള്ളതുപോലെ വിചാരിച്ചിട്ടാണ് നമ്മൾ കാരണത്തെ അന്വേഷിക്കുന്നത്. ഇവിടെ കാര്യം കാരണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. കാരണം തന്നെയാണ് കാര്യമായി തീർന്നിരിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കിയാൽ കയറ് തന്നെയാണ് പാമ്പായി കാണപ്പെടുന്നത് എന്ന കാര്യം പിടികിട്ടിക്കഴിഞ്ഞാൽ ഈ പാമ്പ് എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യം ആരെങ്കിലും ഉന്നയിക്കുമോ? പാമ്പിന് സത്യത്വം കൊടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ കാരണം അന്വേഷിക്കുന്നത്. കാര്യങ്ങൾക്ക് സത്യത്വം ഉണ്ട് എന്ന് കരുതിയിട്ടാണ് കാരണത്തെ അന്വേഷിക്കുന്നത്. കാര്യം തന്നെ ഭ്രമമാണെന്ന് തീരുമാനിച്ചാൽ, ആ പോയിന്റ് പിടികിട്ടിയാൽ, അപ്പോൾ കാരണം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവും. കാര്യവുമായി ബന്ധപ്പെടുത്താതെ ഒന്നിനെ എങ്ങനെയാണ് കാരണമെന്ന് പറയുക? മകനുമായി ബന്ധപ്പെടുത്തിയാണ് പിതാവിനെ പിതാവ് എന്ന് പറയുന്നത്. മക്കളില്ലാത്ത പുരുഷന്മാരെ ആരും പിതാവെന്ന് പറയാറില്ല. പള്ളിയിൽ വല്ലതും മറ്റും പറയുമായിരിക്കും. അവരെ പിതാവ്, പള്ളിയിൽ അച്ഛൻ എന്നാണ് പറയുന്നത്. പക്ഷെ തൻ്റെ ജനകനായ ഒരാൾ, അതായത് ഒരാൾക്ക് സന്താനം ജനിക്കാതെ അയാളെ അച്ഛനെന്ന് പറയാൻ പറ്റില്ല. സ്ത്രീയാണെങ്കിൽ അമ്മയാണെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ മക്കളാണ് അച്ഛന് പിതൃത്വവും അമ്മയ്ക്ക് മാതൃത്വവും നൽകുന്നത്. അവരാണ് കുട്ടികളെ ജനിപ്പിച്ചത് എന്നുള്ളത് ശരി. പക്ഷേ ആ കുട്ടി ജനിച്ചത് കൊണ്ടല്ലേ ആ ഭാര്യാഭർത്താക്കന്മാർ മാതാപിതാക്കളായത്. ഇപ്പോൾ ഈ ജനിച്ച സന്താനമോ മേലെ അവരെ ജനിപ്പിച്ച മാതാപിതാക്കളോ മേലെ എന്ന് ചോദിച്ചാൽ തീർച്ചയായും മാതാപിതാക്കൾ തന്നെയാണ്. കാരണം മാതാപിതാക്കളില്ലാതെ സന്താനം ജനിക്കില്ല. സന്താനത്തിൻ്റെ മിടുക്ക് കൊണ്ടല്ല അത് ജനിച്ചത്. ആ സന്താനത്തെ ജനിപ്പിച്ച 2 പേരുണ്ട്. അവർ തന്നെയാണ് ശ്രേഷ്ഠർ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മകനോ മകളോ ഒരു സന്താനം ജനിച്ചത് കൊണ്ടാണ് അവർക്ക് മാതൃത്വവും പിതൃത്വവും കൈവന്നത്. ഇതുപോലെ ബ്രഹ്മത്തെ പരമകാരണം എന്ന് പറയണമെങ്കിൽ കാര്യരൂപമായ ജഗത്ത് അതുമായി ബന്ധപ്പെടുത്തി വേണം അങ്ങനെ പറയാൻ. ജഗത്ത് എന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ
അപ്പോൾ ബ്രഹ്മം എന്നുള്ള കാരണം മാത്രമേ ഉണ്ടാവൂ. കാര്യമില്ലാതെ നിങ്ങൾ ബ്രഹ്മത്തെ എങ്ങനെ കാരണമെന്ന് പറയും? ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് പ്രപഞ്ചമെന്ന പോലെ കാണപ്പെടുന്നത്. ഇത് തന്നെയാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. കാരണം തന്നെ കാര്യരൂപത്തിൽ ചമഞ്ഞിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ PhD ഒന്നും പാസ്സാകേണ്ട കാര്യം. ഒരല്പം ബുദ്ധി, ഒരല്പം ചിന്താശേഷി, കുറച്ച് യുക്തിചിന്ത ചെയ്യാനുള്ള കഴിവ്, ഇതിന് അപാര ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. കാരണത്തിൽ കാര്യം ഉള്ളതുപോലെ തോന്നുന്നു. കാരണത്തെ വിട്ടിട്ട് കാര്യത്തെ വേർപെടുത്തിയിട്ടാണ് നമ്മൾ കാരണത്തെ അന്വേഷിക്കുന്നത്. സുഹൃത്തെ, ഇങ്ങനെ ഒരു കാരണം ഈ കാര്യത്തിൽ നിന്ന് വേറിട്ടതായിട്ടില്ല. കാരണം തന്നെയാണ് കാരണവും കാര്യവുമായി തീർന്നിരിക്കുന്നത്. കാരണം മാത്രമുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ കാര്യം പൊന്തുന്നതിന് മുമ്പ് അതിന് കാരണമൊന്നും പറയാൻ പറ്റില്ല. സന്താനം ജനിക്കുന്നതിന് മുമ്പ് ഭാര്യാഭർത്താക്കന്മാരെ മാതാപിതാക്കളെന്ന് പറയാൻ പറ്റുമോ? കുഞ്ഞ് ജനിച്ചതിന് ശേഷമല്ലേ അവർക്ക് ആ നില കൈവരുന്നത്. കാര്യം വേറിട്ട ഒന്ന് ആണ് എന്ന് കരുതുമ്പോഴാണ് കാരണത്തെ അന്വേഷിക്കേണ്ട നിർബന്ധം ഉണ്ടാവുന്നത്. ഇപ്പോൾ കാരണം തന്നെ കാര്യമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ എന്ന സത്യം പിടികിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈ ഇല്ലാത്ത പ്രപഞ്ചത്തിന് എന്ത് കാരണത്തെ അന്വേഷിക്കാനാണ്? അത് തന്നെയാണിത്. അതിൽ നിന്ന് വേറിട്ടതല്ല. സ്വർണം തന്നെയാണ് ആഭരണ നാമരൂപങ്ങളായി കാണപ്പെടുന്നത്. നാമരൂപങ്ങൾക്ക് സത്യത്വം കൽപ്പിച്ചിട്ടാണ് അവയുടെ കാരണത്തെ നാം അന്വേഷിക്കുന്നത്. ഈ നാമരൂപങ്ങളിൽ ഉടനീളം വ്യാപിച്ചിരിക്കുന്നത് മൂലവസ്തുവാണ്. ആ നാമരൂപമെന്ന് പറഞ്ഞ് പ്രത്യേക ഒന്നില്ല. നാമരൂപങ്ങൾ ഒരിടത്തും സത്യമല്ല, അധിഷ്ഠാനമാണ്, അല്ലെങ്കിൽ കാരണമാണ് സത്യം. ആ കാരണത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നവയാണ് രൂപങ്ങളും അവയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള നാമങ്ങളും. നാമരൂപങ്ങളുടെ മിഥ്യാത്വം പിടികിട്ടിയാൽ ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാകും, അല്ലാതെ മനസ്സിലാവില്ല. നാമരൂപങ്ങളായി കാണപ്പെടുന്ന പദാർത്ഥങ്ങളിൽ നാമരൂപരഹിതമായ മറ്റൊന്ന് വ്യാപിച്ചിരിക്കുന്നു. അതിനെ ബുദ്ധി കൊണ്ട് പിന്തുടരണം. ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു സ്വർണ്ണമാലയിലോ സ്വർണ്ണവളയിലോ യഥാർത്ഥത്തിൽ ഉള്ളത് സ്വർണ്ണമല്ലേ? സ്വർണ്ണമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ? നമുക്ക് വേണമെങ്കിൽ പറയാം അല്പം ചെമ്പ് ചേർന്നിട്ടുണ്ടാവുമെന്ന്. ഇപ്പം പ്യുവർ ഗോൾഡിൽ ഉണ്ടാക്കിയ ഒരു സ്വർണം, അതായത് 24 ക്യാരറ്റ് ശുദ്ധ സ്വർണം, അതിനെയാണ് 24 ക്യാരറ്റ് എന്ന് പറയുന്നത്. കടകളിൽ നിന്ന് കിട്ടുന്നത് 22 ക്യാരറ്റ് 21 ക്യാരറ്റ് ഒക്കെയാണ്. അല്പം ചെമ്പ് ചേർന്നിട്ടുണ്ടാവും. കാരണം ശുദ്ധമായ സ്വർണം എന്ന് പറഞ്ഞാൽ സോപ്പ് കട്ടി പോലെ ഇരിക്കും, വളരെ മൃദുവാണത്. അതുകൊണ്ട് ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല. കൈ കൊണ്ട് ഞെക്കിയ അതിൻ്റെ ഷേപ്പ് പോകും. അപ്പോൾ കാഠിന്യത്തിന് വേണ്ടി, ദൃഢതയ്ക്ക് വേണ്ടി അതിലല്പം ചെമ്പ് ചേർത്താണ് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത്. ശുദ്ധമായ ബ്രഹ്മം ഒന്നിനും കൊള്ളില്ല. ഇതറിയാമോ? എന്ന് പറഞ്ഞാൽ നമ്മ പോലെ എന്നർത്ഥം. ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നിനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ലൗകികമായ ലാഭമൊന്നും ബ്രഹ്മത്തെ കൊണ്ടില്ല. ബ്രഹ്മം എപ്പോഴാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, അതിൽ മായയെ ആരോപിക്കുമ്പോൾ, ആ ആരോപിതമായ ബ്രഹ്മത്തിന് നാമരൂപങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് പ്രയോജനമുണ്ട്. ശുദ്ധമായ സ്വർണം ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ അല്പം ചെമ്പ് ചേർത്താൽ, ഈ ചെമ്പ് പോലെയാണ് മായ. ചെമ്പിന് വലിയ വിലയൊന്നുമില്ല സ്വർണത്തിൻ്റെ വിലയുമായി തട്ടിച്ച് നോക്കുമ്പോൾ. പക്ഷേ ഈ ചെമ്പ് ചേർക്കാതെ സ്വർണത്തെ ആഭരണങ്ങളാക്കി മാറ്റാൻ പറ്റില്ല. ഇതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മായ കൂടിയേ തീരും.
മായ ചേർക്കാതെ ശുദ്ധമായ ബ്രഹ്മത്തെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ശുദ്ധമായ ബ്രഹ്മമെന്ന് പറയുന്നത് കേവലമായ ആനന്ദമാണ്. ആ ആനന്ദത്തെ നമുക്ക് വ്യവഹരിക്കാൻ പറ്റില്ല. അത് വ്യവഹാരയോഗ്യമല്ല. അത് ആനന്ദം ഘനീഭവിച്ചതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടണമെങ്കിൽ, ഒന്നിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനപ്പെടണമെങ്കിൽ ഒരു നാമരൂപം വേണം. നാമരൂപം എന്ന് പറയുമ്പോൾ മായ രംഗപ്രവേശം ചെയ്യും, മായ കയറി വരും. ബ്രഹ്മത്തിൽ ബ്രഹ്മശക്തിയായ മായ പ്രവർത്തിക്കുമ്പോഴാണ് നാമരൂപങ്ങൾ ആവിർഭവിക്കുന്നത്. അപ്പോൾ ഇഹലോക ജീവിതത്തിനും പരലോക ജീവിതത്തിനും കർമ്മം ചെയ്യാനുമൊക്കെ മായ ഉണ്ടെങ്കിലേ പറ്റൂ. പക്ഷേ ആ മായയ്ക്കകത്ത് പെട്ടു നിൽക്കുന്നവർക്ക് ഒരിക്കലും ശുദ്ധമായ ആനന്ദത്തെ അനുഭവിക്കാൻ സാധ്യവുമല്ല. മായയ്ക്കകത്ത് നിന്ന് കിട്ടുന്ന അല്പസ്വല്പം ആനന്ദം അനുഭവിച്ച് നമുക്ക് തൃപ്തിപ്പെടാം. അത് മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്നത് പോലെയൊക്കെ ജീവിച്ചാൽ മതി. നിങ്ങളിനി വേദാന്തമൊന്നും പഠിക്കണം. അതല്ല, എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഉന്നതമായ തരം കൂടിയ ആനന്ദം അതെനിക്ക് ഈ ലൗകിക സുഖങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠമായ ആനന്ദം എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മായയെ അതിക്രമിച്ചേ പറ്റൂ. വസ്തുതഃ സ്വാത്മാവി ചിത്പ്രകാശ ഈശ്വരഃ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പുരാണങ്ങളിലും മറ്റും പറയപ്പെടുന്ന ഈശ്വരനുണ്ടല്ലോ, ഈ ഈശ്വരൻ ചിത്ത് തന്നെ, മായയോടുകൂടി ചേർന്ന ചിത്ത്. അതാണ് ഈശ്വരൻ. മായയെ വിട്ടിട്ട് നിന്നാൽ ശുദ്ധ ചൈതന്യം. അപ്പോൾ ഈ ദൈവം, ഭഗവാൻ എന്നൊക്കെ പറയുന്നത് ബ്രഹ്മത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒന്നല്ല. മായയുമായി ചേർന്ന് നിന്ന് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ഒരു തത്വത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അത് വാസ്തവത്തിൽ ചിത്പ്രകാശം തന്നെ. വാസ്തവത്തിൽ സ്വാത്മാവി, തൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പ്രകാശിക്കുന്ന ആ ബ്രഹ്മം, അത് ചിത്തിൻ്റെ ഒരു വെളിപാടോ പ്രകടനമോ ആണ്. ഈശ്വരഃ, അത് തന്നെയാണ് ഈശ്വരൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. അജ്ഞാനികളുടെ ഉള്ളിൽ ഞാനെന്ന് പ്രകാശിക്കുന്നത് അതേ ആത്മതത്വം തന്നെയാണ് സർവജ്ഞനായ ഈശ്വരൻ്റെ ഉള്ളിലും പ്രകാശിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മൾ അജ്ഞാനികളായി കഴിയുന്നു, ഈശ്വരൻ സർവജ്ഞനായിത്തീരുന്നു എന്ന് ചോദിച്ചാൽ ഉപാധിയിലുള്ള വ്യത്യാസമാണ്. ജീവൻ്റെ ഉപാധി മലിനസത്വമാണ്. മലിനസത്വം എന്ന് പറഞ്ഞാൽ തമസ്സും രജസ്സും കലർന്ന സത്വഗുണം. അതാണ് ജീവന്മാരുടെ ഉപാധി. അങ്ങനെയുള്ള ഒരു ബുദ്ധിയാണ് ജീവന്മാർക്കുള്ളത്. ആ ബുദ്ധിയിലാണ് ഈ അജ്ഞാനവും കലർന്നിരിക്കുന്നത്. ഈശ്വരൻ്റെ ഉപാധി ഇങ്ങനെയുള്ള ഒന്നല്ല. ശുദ്ധ സത്വമാണ് അദ്ദേഹത്തിൻ്റെ ഉപാധി. പ്രകാശം, അറിവ്, അതിൽ രജസ് തമോ ഗുണങ്ങൾ കലർന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം സർവജ്ഞനായി വർദ്ധിക്കുന്നു. ജീവന്മാർ രജസ്സും തമസ്സും കലർന്ന സത്വ ഗുണത്തോടു കൂടിയവരായതുകൊണ്ട് നമ്മുടെ അറിവ് അപൂർണമാണ്. പക്ഷേ ജീവൻ്റെ ഉള്ളിൽ ജീവനായും ഈശ്വരൻ്റെ ഉള്ളിൽ ഈശ്വരനായും പ്രകാശിക്കുന്നത് ഒരേ ചിത്താണെന്ന വസ്തുത നാം വിസ്മരിക്കാൻ പാടില്ല. ആ അർത്ഥത്തിൽ ഞാൻ തന്നെ ഈശ്വരൻ അല്ല, അത് അഹങ്കാരമല്ലേ? അങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? ഞാനാണ് ഈശ്വരനെന്ന്. അറിവുള്ളവർ ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. അവരറിഞ്ഞതിന് ശേഷമാണ് സംസാരിച്ചത്, അനുഭവിച്ചതിന് ശേഷം സംസാരിച്ചു. അനുഭവിക്കാതെ സംസാരിച്ചാൽ അത് അടി കൊള്ളാത്തതിൻ്റെ കുറവാണ്. ഹിരണ്യകശിപു അയാളും പറഞ്ഞു ഞാനാണ് ഈശ്വരൻ. അതവൻ്റെ അഹങ്കാരം കൊണ്ട് പറഞ്ഞതാണ്. അവൻ ആത്മജ്ഞാനി ആയതുകൊണ്ടല്ല. ആത്മജ്ഞാനികളുടെ സ്വാനുഭവത്തെ ശ്രദ്ധിച്ചാൽ ഞാനാണ് വിഷ്ണു, ഞാനാണ് ബ്രഹ്മാവ്, ഞാനാണ്
ശിവൻ, ഇന്ദ്രനും അഗ്നിയും യമനും വരുണനും വായുവും എല്ലാം ആയി തീർന്നിരിക്കുന്നത് ഞാനാണ്. ഇതെന്തൊരനുഭവമാണെന്ന് ചോദിച്ചാൽ ഇതാണ് ആത്മാനുഭവം. താൻ ആത്മാവാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ എല്ലാം താൻ തന്നെ എന്നുള്ള ഒരു അറിവാണ് ഉള്ളിൽ പ്രകാശിക്കുന്നത്. അത് ബുദ്ധിയുടെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന അറിവല്ല, ബുദ്ധിയെ അതിക്രമിച്ച് നിൽക്കുന്ന, ബുദ്ധിക്കും അപ്പുറത്തുള്ള ഒരറിവാണ്. ആ മഹത്തായ അറിവിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നതാണ് വ്യക്തികളുടെ ബുദ്ധി. ബുദ്ധിയെ അനേകം ബുദ്ധികളുടെ ഉറവിടമാണ് ഈ അറിവ് എന്ന് പറയുന്നത്. ആ അറിവ് ഒരാളുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ താനല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് പഞ്ചദശയിലെ വിദ്യാരണ്യ സ്വാമികളൊക്കെ ആ പഞ്ചദശിയുടെ അവസാന ഭാഗം വായിച്ച് നോക്കിയാൽ അറിയാം. നാരായണോഹം നരകാന്തകോഹം പുരാന്തകോഹം പുരുഷോഹമീശഃ. നാരായണൻ ഞാൻ തന്നെ. നരകാസുരനെ നരകാസുരനെ വധിച്ചത് കൃഷ്ണനാണ്. കൃഷ്ണനും ഞാൻ തന്നെ, നാരായണനും ഞാൻ തന്നെ. പുരങ്ങളെ കത്തിച്ച, ത്രിപുരന്മാരെ ദഹിപ്പിച്ച ശ്രീ പരമേശ്വരനും ഞാൻ തന്നെ. ഇതെങ്ങനെയാണ് ഒരാൾ താൻ തന്നെ ഈശ്വരനാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? മനുഷ്യർക്ക് ഈശ്വരഭാവത്തിലേക്ക് ഉയരാൻ പറ്റുമോ? ഈശ്വരഭാവത്തിലേക്ക് ഉയരണ്ട. ഈശ്വരനായി പ്രകടമായിരിക്കുന്ന അതേ ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാനായും പ്രകടമാവുന്നത് എന്ന തിരിച്ചറിവുണ്ടായാൽ മതി. നിങ്ങൾ ഈശ്വരനായി മാറണമെന്നില്ല. ഒരു വെള്ളത്തുള്ളി, ഒരു ജലബിന്ദു പറയുകയാണ് ഞാൻ സമുദ്രമാണ്. ഹേയ്, ഒരു അല്പമായ ഒരു ജലകണികയ്ക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, സമുദ്രം എന്ന ജലരാശിയിൽ ഉള്ളത് വെള്ളമാണ്. ആ വെള്ളം എന്നിലുമുണ്ട്. ആ അർത്ഥത്തിൽ വെള്ളത്തുള്ളിക്ക് എല്ലാ അർത്ഥത്തിലും ഞാൻ സമുദ്രമാണ് എന്ന് പറയാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ജലത്തുള്ളിയിലുള്ളത് ഹൈഡ്രജനും ഓക്സിജനും. ഈ രണ്ട് മൂലകങ്ങളുടെ സംയുക്തമാണ് വെള്ളം. കടലെന്ന് പറയുന്നത് പരന്നു കിടക്കുന്ന ഒരു ജലരാശിയാണ്. അതിൽ ഇതുപോലെയുള്ള കോടിക്കണക്കിന്, ശതകോടിക്കണക്കിന് ജലബിന്ദുക്കളുണ്ട്. അതിലുള്ളതും ഇതേ ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ്. ആ മൂലപ്പൊരുളിന് വ്യത്യാസമില്ല. ഈശ്വരൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ചൈതന്യവും എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ചൈതന്യവും ഒന്ന് തന്നെ എന്ന് ഒരു വ്യക്തി അനുഭവത്തിലൂടെ സാക്ഷാത്കരിച്ചാൽ തന്നെ ഈശ്വരനാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. അല്ല, അങ്ങേക്ക് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്താനുള്ള കഴിവുണ്ടോ? അങ്ങ് സർവജ്ഞനാണോ? എടോ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്താനുള്ള കഴിവും സർവജ്ഞത്വവും സർവശക്തിമത്വവും സർവവ്യാപിത്വവും അതൊക്കെ മായയുടെ തലത്തിലാണ്. എന്തിനേയും അറിയാൻ കഴിയുക എന്നുള്ളത് മായയ്ക്കകത്താണ്. മായയ്ക്ക് അപ്പുറത്ത് ചെന്നാൽ എന്തെന്നോ അറിയപ്പെടാൻ മറ്റൊന്നില്ല. ഇതാണ് മായയെ അതിക്രമിച്ചവൻ്റെ അനുഭവം. തനിക്ക് അന്യമായി ഒന്നുമില്ല. കേവലമായ അറിവ് അല്ലെങ്കിൽ ആനന്ദമാണ് ഞാൻ. എനിക്ക് അന്യമായി മറ്റൊന്ന്, മറ്റു പലതും ഉണ്ടെങ്കിലല്ലേ അവയെയൊക്കെ ഞാൻ അറിയണം എന്ന് പറയേണ്ട കാര്യമുള്ളൂ. പലതില്ലല്ലോ. ഉള്ളത് ആത്മാവ് മാത്രമാണെങ്കിൽ ഈ സർവജ്ഞത്വം എന്നുള്ള വാക്കിന് പോലും അർത്ഥമില്ല. എല്ലാം അറിയുന്നവൻ എന്നാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. സർവജ്ഞൻ. സർവം തന്നെ ഇല്ലെങ്കിൽ, ഏകമാണ് സത്യമെങ്കിൽ, ഉള്ളത് ഒന്ന് മാത്രമാണെങ്കിൽ ഈ പലതിനെ അറിയുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ശ്രേഷ്ഠമായ ഒരു നിലയാവുക? അതുകൊണ്ട് ഈശ്വരൻ്റെ ശക്തിവിശേഷങ്ങൾ നമുക്കും ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഈശ്വരനാണ് എന്ന് അനുഭവിക്കാൻ പറ്റൂ എന്ന് കരുതരുത്. രണ്ടിൻ്റെയും ഉള്ളിൽ, ജീവൻ്റെയും ഈശ്വരൻ്റെയും ഉള്ളിലുള്ളത് പ്രകാശിക്കുന്നത് ഒരേ ആത്മതത്വം തന്നെയാണ്, ഒരേ ചൈതന്യം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ എല്ലാം താൻ തന്നെയാണ്. ഈശ്വരനായി പ്രകാശിക്കുന്നതും ഞാൻ തന്നെ.
എന്ന അനുഭവം സിദ്ധിക്കും. ചിത്പ്രകാശ ഈശ്വര സ്വയം യഥാഭാനം യഥാ പ്രാണി കാമ കർമ്മ വാസനോദ്ബോധം യഥാ സത്യസങ്കല്പതയാ ഭാവയതി. ഈശ്വരൻ ജീവന്മാരുടെ കാമകർമ്മ വാസനകൾക്കനുസരിച്ച്, ജീവൻ്റെ ഉള്ളിൽ അനേകം ആഗ്രഹങ്ങളുണ്ട്, പല കർമ്മങ്ങളും ചെയ്യുന്നവനാണ് ഈ ജീവൻ. ആ ജീവൻ്റെ പുണ്യഭാവങ്ങൾക്കനുസരിച്ച്, ജീവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ജീവന്മാരുടെ ഭോഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. യഥാ പ്രാണികാമ കർമ്മ വാസനോദ്ബോധം യഥാ സത്യസങ്കല്പതയാ. ഈ ജീവന്മാരുടെ ഭോഗത്തിന് വേണ്ടി, അവർക്കനുഭവിക്കാൻ വേണ്ടി സത്യസങ്കല്പനായ ഈശ്വരൻ പ്രപഞ്ചത്തെ സങ്കല്പത്തിലൂടെ സൃഷ്ടിച്ചു. അപ്പോഴും അദ്ദേഹം വേറെ ഏതെങ്കിലും അസംസ്കൃത വസ്തു ഉപയോഗിച്ചല്ല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, തൻ്റെ സങ്കല്പത്തിലൂടെ. ഈശ്വരനെ സത്യസങ്കല്പൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സങ്കല്പം സത്യമായിത്തീരും. നമ്മുടെ സങ്കല്പങ്ങൾ സത്യമാകണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ സത്യമാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ആഗ്രഹങ്ങൾ നിറവേറും. ഈശ്വരൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാതെ പോവില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സത്യസങ്കല്പൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കല്പം പരാജയപ്പെടാറില്ല, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ തെറ്റാറില്ല. കാരണം അദ്ദേഹം സർവജ്ഞനാണ്. അങ്ങനെ സത്യസങ്കല്പനായ ഈശ്വരൻ സങ്കല്പത്തിലൂടെ ജീവന്മാരുടെ പുണ്യഭാവങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച്, വാസനകൾക്കും അനുസരിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. തത്തദാ ത്വം തഥൈവാശു പശ്യസി. ഇങ്ങനെ ഈശ്വരൻ സങ്കല്പത്തിലൂടെ സൃഷ്ടിച്ച ഒരു പ്രപഞ്ചത്തെയാണ് രാമ നീയും ഞാനും പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈശ്വര സൃഷ്ടമായ ഒരു പ്രപഞ്ചം. ഈ വാദം 100% ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ ഈ ജീവന്മാർക്ക് വേണ്ടിയാണ് ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നല്ലേ പുരാണങ്ങൾ പറയുന്നത്. ഈ ജീവന്മാർ യഥാർത്ഥത്തിലുള്ളവരാണോ? ഭ്രമരൂപത്തിൽ പൊന്തിയവരല്ലേ? അവരുടെ കർമ്മങ്ങളും കർമ്മവാസനകളും എല്ലാം അതുപോലെ മിഥ്യയാണ്. ജീവന്മാരെപ്പോലെ തന്നെ മിഥ്യയാണ് ജീവന്മാരുടെ ചെയ്തികളും. ഈ ഇല്ലാത്ത ജീവന്മാരുടെ അനുഭവത്തിന് വേണ്ടി സർവജ്ഞനായ സത്യസങ്കല്പനായ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കേണ്ട ആവശ്യമെന്ത്? പക്ഷേ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്. കാരണം മനുഷ്യനെ എങ്ങനെയെങ്കിലും ഈ സത്യത്തോട് അടുപ്പിക്കണം. അതിനുവേണ്ടി അവർ അല്പം പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് സംസാരിക്കും. അവരെ കള്ളന്മാരെന്ന് മുദ്ര കുത്തരുത്. ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ അവർ നൽകുന്നത് അല്പാൽപമായി നമ്മുടെ ജീവഭാവത്തെ അതിക്രമിച്ച് നമ്മെ സത്യത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ചിലപ്പോൾ ഇല്ലാത്തതും കൊല്ലാത്തതും ഒക്കെ പറഞ്ഞു എന്ന് വരാം. അന്തിമമായ സത്യം ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രപഞ്ചം എങ്ങനെയാണ് ആവിർഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഈശ്വരൻ സൃഷ്ടിച്ചു എന്നേ ഒരു അജ്ഞാനിയോട് ഋഷിമാർക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഈ ഈശ്വരൻ ആരാണ്, എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ അവർ ഓരോ ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അജ്ഞാനികൾ അത് കേട്ട് തൃപ്തിപ്പെടുന്നുമുണ്ട്. പക്ഷേ ഇതൊന്നും അന്തിമമായ സത്യമല്ല. വാസ്തവം, പരമാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സൃഷ്ടി എന്ന ഒന്ന് നടന്നിട്ടില്ല. ജീവന്മാർ മിഥ്യാപുരുഷന്മാരാണ്. തൻ്റെ മിഥ്യാത്വം ജീവൻ തിരിച്ചറിയുന്നതോടുകൂടി തൻ്റെ അധിഷ്ഠാനത്തിൽ ജീവഭാവം ഒടുങ്ങും,
ആത്മാവ് മാത്രം അവശേഷിക്കും. കാരണം അത് സത്യമാണ്. അത് മാത്രമേ ബാക്കി നിൽക്കൂ. അതിൽ പൊന്തിയ ഭ്രമദൃശ്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം ആ അധിഷ്ഠാനത്തിൽ തിരിച്ച് ലയിച്ചേ പറ്റൂ. ആ തിരിച്ച് ലയം, ആ ഒരു മടക്കയാത്ര എത്രയും പെട്ടെന്ന് സംഭവിച്ചാൽ ജീവന്മാരുടെ ദുഃഖം അത്ര കണ്ട് കുറഞ്ഞിരിക്കും. അതിൽ നിന്ന് അകന്നു വന്നതാണ് നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണം. തന്നെ ബ്രഹ്മഭിന്നമായ ഒരു വ്യക്തിയായി കരുതുന്നതാണ് ജീവൻ്റെ ദുഃഖങ്ങളുടെ എല്ലാം മൂലകാരണം. ഈ ജീവഭാവം കള്ളമാണ്, മിഥ്യയാണ് എന്നറിയുന്നതോടുകൂടി ജീവൻ്റെ സംസാര ബന്ധങ്ങൾ ജീവനെ വിട്ടകലും. സകല ദുഃഖങ്ങളും സ്വപ്നദൃശ്യങ്ങൾ ഉണർവിലെന്ന പോലെ മറഞ്ഞുപോകും, മാഞ്ഞുപോകും. അതുകൊണ്ട് താനില്ലാത്തവനാണെന്നറിയുക. അത് തന്നെയാണ് വാസ്തവത്തിൽ അറിവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതും. ത്വം തഥേവ ആശു പശ്യസി, ഈശ്വരൻ്റെ സങ്കല്പം എങ്ങനെയോ ആ സങ്കല്പത്തിന് വിധേയനായി മാത്രമേ നിനക്ക് പ്രപഞ്ചത്തെ അനുഭവിക്കാൻ പറ്റൂ. കാരണം അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾക്ക് അധീനരാണ് ജീവന്മാർ. അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിന് അധീനമാണ് ജീവന്മാരുടെ ഉള്ളിലുള്ള സങ്കല്പം. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല. നമ്മുടെ ഉള്ളിൽ ഏതേത് ചിന്തകൾ എപ്പോ ഉദിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഹൃദയാന്തർഭാഗത്ത് വസിക്കുന്ന ആ ജഗതീശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ജീവന്മാരുടെ ചിന്തകൾ. ഒരാൾക്ക് പുണ്യം ചെയ്യണമെന്ന് തോന്നുന്നു, വേറൊരാൾക്ക് പാപം ചെയ്യണമെന്ന് തോന്നുന്നു, വേറൊരാൾക്ക് വേറൊരാളുടെ തലവെട്ടണമെന്ന് തോന്നുന്നു. ഇതൊക്കെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതാത് ജീവൻ്റെ ഉള്ളിലെ വാസനകൾ. ആ വാസനകൾക്കനുസരിച്ച് ജീവൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഈശ്വരൻ ജീവന്മാരുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിട്ടല്ല ഇവിടെ ആളുകൾ കൊല്ലപ്പെടുന്നത്. ഒരു ജീവൻ്റെ ഉള്ളിലുള്ള വാസന, അതാണ് കൊലയ്ക്കും കൊള്ളിവയ്പ്പിനും ബലാത്സംഗത്തിനും എല്ലാം കാരണമായിട്ടുള്ളത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ജീവൻ മാത്രമായിരിക്കും. അല്ല, ഈശ്വരനല്ലേ അകത്തുനിന്ന് പ്രേരിപ്പിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിന് തന്നെ കൊണ്ട് പാപം ചെയ്യിക്കണമെന്നോ പുണ്യം ചെയ്യിക്കണമെന്നോ ഉള്ള ആഗ്രഹമൊന്നുമില്ല. തൻ്റെ ഉള്ളിലുള്ള വാസനയെ അദ്ദേഹം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം അത് സദ്വസ്തുവാണ്. ജീവന്മാരുടെ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുക, അത് ഈശ്വരൻ്റെ ഒരു കർത്തവ്യമായി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ തൻ്റെ ഉള്ളിൽ മലിനവാസനകളും അല്ലെങ്കിൽ ശുദ്ധവാസനകളും ഉണ്ടാക്കുന്നത് താൻ തന്നെയാണ്. അതിനനുസരിച്ച് നമ്മുടെ ബുദ്ധിയെ ഈശ്വരൻ ഉള്ളിൽ നിന്ന് നിയമനം ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് ഈശ്വരൻ എങ്ങനെ കാണണം, എന്ത് കാണണം, എപ്പോൾ കാണണം, ഏതിലൂടെ കാണണം എന്നൊക്കെ തീരുമാനിക്കും. നീ ആ ഈശ്വര സങ്കല്പത്തിന് വിധേയനായി അതാതിനെ അതാത് സമയത്ത് അതാത് ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചുകൊണ്ടും ഇരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈശ്വരൻ അധീനമാണ് ഈ പ്രപഞ്ചവും, അതുപോലെ ജീവന്മാരുടെ പ്രപഞ്ച അനുഭവവും. നമ്മളൊക്കെ തികച്ചും അസ്വതന്ത്രരാണ്. ഈ ഒരു അടിമത്തത്തിൽ നിന്ന് ജീവൻ രക്ഷപ്പെടണം. ഞാൻ ഈശ്വരൻ്റെ അടിമയല്ലേ, നിങ്ങൾ ആരുടെയും അടിമയാകരുത്. എന്തിനാണ് നിങ്ങൾ ഈശ്വരൻ്റെ അടിമയാവുന്നത്? ഈ അടിമത്ത മനോഭാവം നിങ്ങൾക്കെന്തിന്? നിങ്ങൾ പ്രപഞ്ചനാഥനായ ആത്മാവാണ്. ഈശ്വരന് പോലും നിങ്ങൾ അധീനനായി കഴിയേണ്ട കാര്യമില്ല. നമ്മെ നിയന്ത്രിക്കാൻ മറ്റൊരാളെ നമ്മൾ എന്തിനനുവദിക്കണം? അതിൻ്റെ ആവശ്യമില്ല. ഐ ആം ദ മാസ്റ്റർ, ഐ ആം ദ എംപറർ. ഞാനാണ് ചക്രവർത്തി, ഞാനാണ് സർവേശ്വരൻ. ആ സത്യം തിരിച്ചറിയൂ. ഈശ്വരൻ്റെ അടിമയായി കഴിയുന്നത് ശ്രേഷ്ഠമാണോ അല്ലെങ്കിൽ
തൻ്റെ ഈശ്വരത്വം തിരിച്ചറിയുന്നത് ശ്രേഷ്ഠതയോ? ഈ താൻ ഈശ്വരനാണ് എന്ന് തിരിച്ചറിയുന്നതാണ് മേലെ. ഈശ്വരൻ്റെ അടിമ എന്ന് കരുതുന്നത് ഒരു തരത്തിലുള്ള അടിമത്തം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാവം വേണ്ട. ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അടിമയാണ്. എൻ്റെ സ്വാമി, എൻ്റെ നാഥനാണ് ഭഗവാൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ എളിയ ദാസൻ, വേലക്കാരൻ, അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്ന ഒരുവൻ. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് നമ്മുടെ അഹങ്കാരം കുറേയൊക്കെ ശമിക്കും. പക്ഷേ ഈ അടിമത്ത മനോഭാവം നമുക്ക് നല്ലതല്ല.